ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമൃത് ഉദ്യാൻ അല്ലെങ്കിൽ മുഗൾ ഗാർഡൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ രാഷ്ട്രപതി ഭവനോട് ചേർന്ന് കിടക്കുന്നതാണ്. അതീവ സുരക്ഷാ മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ഫുഡും ക്യാമറയും ഒന്നും അവിടെ അലൗഡ് അല്ല. അവിടേക്ക് പോകാൻ വേണ്ടി യെല്ലോ ലൈനിലുള്ള സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ നിന്നും അമൃത് ഉദ്യാൻ സന്ദർശിക്കുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രപതി ഭവൻ്റെ വകയായിട്ട് തന്നെ സൗജന്യ ബസ് സർവീസ് ഉണ്ട്. അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ മെയിൻ എൻട്രിയിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സന്ദർഭമുണ്ട്. അതല്ല ഓൺലൈനായിട്ട് എടുക്കേണ്ടവർക്ക് ഓൺലൈനായിട്ടും എടുക്കാം. ഇത് തികച്ചും സൗജന്യമാണ്. 1 രൂപ പോലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി വിവിധ സ്ഥലങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെന്നെത്തുന്നത് ബാലവാടിക എന്ന് പറയുന്ന ഒരു പൂന്തോട്ടത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ തണുപ്പ് അസ്ഥിക്ക് പിടിച്ച 2 മാസമായി വീടിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ലാത്ത ഞങ്ങൾ പൂക്കളുടെ ഒരു മായാവിസ്മയ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പൂക്കളുടെ ഒരു വിസ്മയ ലോകമാണ്. അതും പ്രത്യേകിച്ച് ഡൽഹിയിൽ റോഡിലെവിടെയും കച്ചട നിറഞ്ഞ കൂമ്പാരങ്ങളും മുറുക്കി ചുവപ്പിച്ച് തുപ്പിയ വഴിയോര കാഴ്ചകളിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ട് ഒരു മനസ്സിന് കുളിർമയേകുന്ന ഒരു സ്ഥലം. അത് കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രയ്ക്ക് അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി കുറേ സ്ഥലത്ത് നമുക്ക് സെൽഫി പോയിന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാലവാടിക്കുള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് കൊണ്ട് തന്നെ അതൊന്നും അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. എല്ലാം ക്ലോസ് ചെയ്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് പൂക്കൾ പറിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഓരോ പൂക്കളുടെ അടുത്തും നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഓൾറെഡി സ്കാനറുണ്ട്. സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൂക്കളെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇത് കണ്ടില്ലേ, ഒരു ട്രീ ഹൗസ് ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ഉള്ളത്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ക്ലോസ് ആക്കിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ അമൃത് ഉദ്യാൻ്റെ പഴയ പേര് മുഗൾ ഗാർഡൻ എന്നാണ് കേട്ടോ. ഇതിപ്പോഴാണ് അമൃത് ഉദ്യാനാക്കി മാറ്റിയത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ടുലിപ്പ് തന്നെയാണ് കേട്ടോ. അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവരത് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ മൺഡേ ഹോളിഡേ ആണ്, അവരുടെ മെയിൻ്റനൻസ് ഡേ ആണ്. അന്നത്തെ ദിവസം പബ്ലിക്കിനെ അലോ ചെയ്യില്ല. ബാക്കി എല്ലാ ദിവസവും പബ്ലിക്കിനെ കാണാൻ പറ്റും. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4:30 വരെയാണ് കേട്ടോ എൻട്രി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി ഇല്ല. 4:30 വരെയാണ് ഉള്ളത്. ഇവിടെ നിന്നിട്ട് നമുക്ക് രാഷ്ട്രപതി ഭവൻ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ടുലിപ്പ് എത്തിയിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് ടുലിപ്പ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. ഇതിന് മുമ്പ് പിങ്ക് ടുലിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വൈറ്റ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ടുലിപ്പ് ആണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞത്. ബട്ടർഫ്ലൈയുടെ ഇതിൽ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അമൃത് ഉദ്യാൻ എന്ന് എഴുതിയ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ എന്താ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇതും ഫുള്ള് ആൽമരങ്ങളാണ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ തടിയുടെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ അവരോട് ഒരുക്കിയിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. അത്രയും പണിക്കാർ അതിനകത്തുണ്ട് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് ബോൺസായി ഗാർഡനുള്ളിലേക്ക് കയറാൻ പോവാണ്. ഇവിടെ എന്ന് വെച്ചാൽ വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത്. അതിനകത്തെല്ലാം പേരും കാര്യങ്ങളും അതിൻ്റെ ഇയർ എത്ര ആയിട്ടുള്ളത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും. അങ്ങനെ ബോൺസായി ഗാർഡൻ കണ്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്തത് മ്യൂസിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ കണ്ട കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒരുപാട് കളർഫുള്ളാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. മ്യൂസിക്കൽ ഗാർഡനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ മേലേക്ക് പോകും. ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഓറഞ്ചിൻ്റെ കളറാണ്, പക്ഷേ ഒരു നാരങ്ങയുടെ അത്രേ ഉള്ളൂ കേട്ടോ. അവിടെ ഓൾറെഡി പറിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുള്ള കാരണം നമ്മളതൊന്നും പറിച്ചൊന്നുമില്ല. അങ്ങനെ അത് കണ്ടിട്ട് നമ്മൾ മേലേക്ക് പോയി. അങ്ങനെ വീണ്ടും നമ്മൾ രാഷ്ട്രപതി ഭവൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ അതുപോലെ 2 സൈഡും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നടുക്ക് പോലെ കുറേ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ നമുക്ക് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ചും കൂടി അടുത്തേക്ക് നമുക്ക് രാഷ്ട്രപതി ഭവൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിതൊക്കെ കണ്ടിട്ട് വീണ്ടും നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. എല്ലായിടത്തും ഇതേപോലെ പൂക്കൾ പറിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട് കേട്ടോ അവിടെ.
ഈ അമൃത് ഉദ്യാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 ഏക്കറോളം സ്ഥലത്ത് വിസ്തൃതിയിൽ കിടക്കുന്നതായിട്ടാണ് കേട്ടോ എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ രാഷ്ട്രപതി ഭവൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അതിനുള്ളിലുള്ളൊരു 360 വ്യൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ സൈഡിലേക്ക് ഒരു കാർപ്പറ്റ് പോലെ ഫ്ലവർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കളം ഇടില്ല. എനിക്ക് ആ ഒരു ഫീലാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇവിടെ അതുപോലെ പെബിൾസും കാക്ടസും ഒക്കെ വെച്ചിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് റോസ് ഗാർഡനിലേക്കാണ്. അങ്ങനെ റോസ് ഗാർഡൻ കണ്ടില്ല, 2 സൈഡിലും പൂക്കൾ, റോസാ പൂക്കൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ളതാണ്. പല കളറിലും പല നിറത്തിലും ഡബിൾ ഷെയ്ഡിലും ഒക്കെ ആയിട്ട് റോസാപ്പൂക്കളുണ്ട് അവിടെ. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഡബിൾ കളറിലുള്ള റോസാപ്പൂക്കളൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡബിൾ കളർ റോസാപ്പൂക്കളും അതിനകത്ത് പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു മനോഹര കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അന്നേ ദിവസത്തെ ഡേറ്റും അവിടെ എൻട്രി ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണവും അവിടെ ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അമൃത് ഉദ്യാനൊക്കെ കണ്ട് വെളിയിൽ ഇറങ്ങാറായപ്പോഴത്തേനും ഉച്ചയായി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോവുകയാണ്. വിശപ്പടിച്ച് നമുക്ക് കണ്ണ് കാണുന്നില്ല. അങ്ങനെ അവിടെ സൈഡിലായിട്ട് വീണ്ടും ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീംസും അവിടെ കുറേ മെനുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബർഗറൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയോയെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. പിന്നെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും അവിടെ അലോ അല്ലാത്ത കാരണം തന്നെ നമുക്കത് വാങ്ങി കഴിച്ചേ പറ്റുള്ളൂ. ഈ മരങ്ങളൊക്കെ കണ്ടില്ലേ, മഷ്റൂം കട്ടിംഗ് ആണ് കേട്ടോ. അതേപോലെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടമുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.